ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗാസയിൽ മാരക ആക്രമണം പുനരാരംഭിച്ച ഇസ്രായേലി സേന കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്. ഖാൻ യൂനിസ്, ജബാലിയ തുടങ്ങിയ ബെയ്ത്തുൽ ലഹിയ തുടങ്ങിയ മേഖലയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഇസ്രായേലി വ്യോമസേനയുടെ കനത്ത ആക്രമണമുണ്ടായി. ഹമാസ് കേന്ദ്രങ്ങളെ, ഹമാസ് ഓപ്പറേറ്റീവ് സെന്ററുകളെ, ഹമാസിന്റെ ബേസ് ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ ഏറെയും നടന്നത്. അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ, സ്കൂളുകളുടെ മറവിൽ, ആശുപത്രികളുടെ മറവിലൊക്കെ ഹമാസിന്റെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹമാസിന്റെ ഭീകരന്മാർ വീണ്ടും ഒത്തുകൂടുന്നുണ്ടെന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിലേക്ക് മാരകമായ ആക്രമണം ഇസ്രായേൽ പുനരാരംഭിച്ചത്. ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഹമാസിന്റെ നിരവധി കേന്ദ്രങ്ങൾ, ഹമാസിന്റെ ഭൂഗർഭ ബങ്കറുകൾ, ഹമാസിന്റെ ഒളിയിടങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തു എന്നുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത്. മാർച്ച് മാസം 18-ാം തീയതി രണ്ടാം ഘട്ട യുദ്ധം പുനരാരംഭിച്ച ശേഷം 1200 ഹമാസ് കേന്ദ്രങ്ങളെയാണ് ഇസ്രായേലി സേന തകർത്തത്. 350-ലധികം ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 100-ലധികം ഹമാസ് ഭീകരന്മാരെ ഇതിനകം തന്നെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. അതിൽ 35 മുതൽ 40 പേർ ഹമാസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഹമാസിന്റെ ഭരണ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 5 പേർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയെ ഇസ്രായേലി സേന അക്രമത്തിൽ വധിച്ചു എന്നുള്ള വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇനി ഗാസയിൽ ഒരു ഓപ്പറേഷൻ ഹമാസിന്റെ അന്ത്യം കണ്ടു മാത്രമേ അവസാനിപ്പിക്കൂ എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഗാസയിലെ ആക്രമണം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഉടനീളം ബോംബുകൾ വർഷിച്ചുകൊണ്ടും, ഗാസയിലുടനീളം അക്രമം നടത്തിയും, ഗാസയിലുടനീളം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഒളിയിടങ്ങളിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാരെ പുറത്തു കടത്താനുള്ള വമ്പൻ പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഇസ്രായേലിന്റെ വ്യോമസേന വിശ്രമമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഗാസയിൽ ഇനി അധികം ഹമാസിന്റെ ഭീകരന്മാർ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ സേന കരുതുന്നില്ല. ഇടയ്ക്ക് ഹമാസ് അനുകൂല ചില അറബ് മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ട് പ്രകാരം 40,000-ഓളം പുതിയ ഭീകരന്മാരെ ഹമാസ് റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇത് ഒരിക്കലും ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ നിന്ന് ചെറുപ്പക്കാർ ഹമാസിനൊപ്പം ചേരില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ഒന്നും തന്നെ മറ്റ് ആളുകളെ, ചെറുപ്പക്കാരെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഹമാസിൽ പ്രവർത്തിക്കുന്ന ഭീകരന്മാർ പോലും ജീവൻ ഭയന്നുകൊണ്ട് മരണഭീതിയിൽ ഒളിയിടങ്ങളിലേക്ക് ഒളിക്കുകയാണ്. അവർ ഭൂഗർഭ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ബങ്കറുകളിൽ നിന്ന് പുറത്തു കടന്നാൽ ഹമാസിന്റെ ഭീകരന്മാരെ പാലസ്തീനികൾ തന്നെ ഒറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ മൊസാദിന്റെ ചാരന്മാർ അവരെ കണ്ടെത്തും. രണ്ടായാലും തന്നെ മരണമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം നിരവധി ഹമാസ് കേന്ദ്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നുക്മ ഫോഴ്സിന്റെ ബറ്റാലിയൻ കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചത്. നിരവധി ആക്രമണങ്ങളിൽ പങ്കെടുത്ത, ഒക്ടോബർ മാസം 7-ലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത നുക്മ ഫോഴ്സിന്റെ കമാൻഡർ ചീഫിനെ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിൽ തകർത്തിരിക്കുന്നു. ഒരു വാഹനത്തിൽ ഗാസയിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത്. ഖാൻ യൂനിസിന് സമീപമുള്ള ബെയ്ത്തുൽ ലഹിയയിലെ ഒരു റോഡിൽ വെച്ചാണ് ഈ ആക്രമണം. ഈ കൊടും ഭീകരനും കൂടെയുള്ള 6 പേരും സഞ്ചരിച്ചിരുന്ന വാഹനം IDF കണ്ടെത്തുകയും ഈ വാഹനത്തിന് നേരെ അതിസൂക്ഷ്മമായ ആക്രമണം നടത്തുകയുമായിരുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ വാഹനം തെരുവിൽ വെച്ച് തന്നെ കത്തിപ്പടർന്നു. തുടർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന 7 പേരും കൊല്ലപ്പെട്ടു എന്ന് IDF സ്ഥിരീകരിച്ചു. പിന്നാലെ ഇത് ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഹമാസിനെ ഓരോ ഇടങ്ങളിലായി പിന്തുടർന്ന് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്തിരിക്കുന്നത്. ഹമാസിന്റെ ഗാസയിലെ ഒളിയിടങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും കണ്ടെത്തുന്നു. ഒളിയിടങ്ങളിൽ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച് സ്ഫോടനം നടത്തുന്നു. ബങ്കറുകൾക്കുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നു. ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസ് ഭീകരന്മാർ ആ സ്ഫോടനത്തോടുകൂടി ചേർന്ന് തന്നെ മണ്ണിലോട് അലിഞ്ഞില്ലാതാകുന്നു. അത്തരത്തിൽ ഹമാസിന്റെ അന്ത്യ കൂദാശ നടത്തുകയാണ് ഗാസയിൽ ഇസ്രായേലി സേന നടത്തുന്നത്. ഹമാസിന്റെ സമ്പൂർണ്ണമായ ഉന്മൂലനം സാധ്യമാക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ ഗാസയിൽ അരങ്ങേറുന്നത്.
ഇനി ഗാസയിൽ ഒരു ഓപ്പറേഷൻ ഹമാസിന്റെ അന്ത്യം കണ്ടു മാത്രമേ അവസാനിപ്പിക്കൂ എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഗാസയിലെ ആക്രമണം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേൽ സേന. ഗാസയിൽ ഉടനീളം ബോംബുകൾ വർഷിച്ചുകൊണ്ടും ഗാസയിലുടനീളം അക്രമം നടത്തിയും ഗാസയിലുടനീളം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഒളിയിടങ്ങളിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാരെ പുറത്തു കടത്താനുള്ള വമ്പൻ പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഇസ്രായേലിന്റെ വ്യോമസേന വിശ്രമമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഗാസയിൽ ഇനി അധികം ഹമാസിന്റെ ഭീകരന്മാർ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ സേന കരുതുന്നില്ല. അതേസമയം വെടിനിർത്തലിന് വേണ്ടിയുള്ള കടുത്ത സമ്മർദ്ദം ഹമാസ് അമേരിക്കയ്ക്ക് മേൽ നടത്തുകയാണ്, ഖത്തറിന് മേൽ നടത്തുകയാണ്, ഈജിപ്തിന് മേൽ നടത്തുകയാണ്. 2 ദിവസം മുൻപ് ഒരു വെടിനിർത്തൽ സംബന്ധിച്ച നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. ആ നിബന്ധന അമേരിക്കയ്ക്ക് കൈമാറുകയും അമേരിക്ക ഈജിപ്റ്റ് മുഖാന്തരം അത് ഹമാസിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ നിബന്ധന അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് പകരമായി 11 ബന്ദികളെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്രയും ബന്ദികളെ വിട്ടയക്കാനാകില്ല എന്നും പരമാവധി 5 ബന്ദികളെ വിട്ടയക്കാമെന്നും ഹമാസ് മറുപടി നൽകി. ഇത് കൂടാതെ 2ാം ഘട്ട ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കണമെങ്കിൽ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന, പ്രത്യേകിച്ച് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങണമെന്നായിരുന്നു ഹമാസിന്റെ പ്രധാന ആവശ്യം. ഈ 2 ആവശ്യങ്ങളും നടപ്പാകില്ല എന്ന് ഇസ്രായേൽ മറുപടി നൽകി. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറല്ലെന്നും ഇനി ഹമാസിന്റെ അന്ത്യം കാണുന്നതുവരെ യുദ്ധമെന്നുമുള്ള നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ് ഈജിപ്തും ഖത്തറും. ഹമാസിന് മേൽ കടുത്ത സമ്മർദ്ദം ഖത്തർ ചെലുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ചില വിട്ടുവീഴ്ചകൾ വരുത്തി ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈജിപ്തും ഖത്തറും ആഗ്രഹിക്കുന്നത്. അല്ലാത്ത പക്ഷം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലോ തുർക്കിയിലോ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതൃനിരയിലുള്ളവർക്ക് പോലും അവരുടെ ജീവനിൽ വലിയ ഭീഷണിയുണ്ട്. മൊസാദിന്റെ ചാരന്മാർ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ചാടി വീഴാം. അവരുടെ ചാരക്കണ്ണുകൾ ഹമാസിന്റെ നേതാക്കളിലേക്ക്, പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ തലവന്മാരിലേക്ക് നീളാം. അത്തരത്തിൽ ഹമാസിന്റെ ചാരക്കണ്ണുകളിൽ അവർ പെട്ടാൽ ഉടനടി തന്നെ അവരുടെ മരണം ഉറപ്പാകും. കാരണം മൊസാദ് അത്രത്തോളം കൃത്യമാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി ഇസ്മായിൽ ഹനി എന്ന ഹമാസിന്റെ മേധാവിയെ വധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിലവിൽ അവശേഷിക്കുന്ന ഹമാസ് തലവന്മാർക്ക് ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. അവരെ ദോഹയിലോ അല്ലെങ്കിൽ തുർക്കിയിലോ അല്ലെങ്കിൽ ജോർദാനിലോ അവർ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും അവിടെ ചെന്ന് വധിക്കാനുള്ള സാങ്കേതിക തികവ് ഉള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് മൊസാദ്. അതുകൊണ്ട് തന്നെ ഇനിയും റിസ്ക് എടുക്കേണ്ടതില്ലെന്നും ഹമാസ് ഇസ്രായേലുമായി ഉടനടി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതാണ് നല്ലതെന്നുമാണ് ഇപ്പോൾ ഈജിപ്തും ഖത്തറുമൊക്കെ ആഗ്രഹിക്കുന്നത്.